എന്തായാലേ ഈ സമയമൊക്കെ അങ്ങോട്ട് പോകുന്നേ അറിയാൻ വയ്യ. നോമ്പിന്റെ ലാസ്റ്റ് വീക്കെൻഡ് ആയേ. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ ഇഫ്താർ മീറ്റ് എവിടെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് ദമാമിൽ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട്, നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചേ. കേട്ടതും കേൾക്കാതെ പാതി ഞാനും കെട്ടിയവരും കൂടെ തുള്ളിച്ചാടി വണ്ടി എടുത്തോണ്ട് നേരെ. എനിക്കാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ഇരുന്നിട്ട് നേരെ ചൊവ്വ ഒന്നും കാണാൻ വയ്യ. ഗ്ലാസ്സിൽ അമ്മാതിരി അഴുക്കും പൊടിയും. അത് കഴുകിത്താന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിയിട്ട് വഴിയിൽ എവിടെയോ നിർത്തി അതും കഴുകി ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തേ. ആ ഹോട്ടലിൽ ഇരിക്കുന്ന പുള്ളിക്കാരനാണെങ്കിൽ ഞങ്ങളുടെ സകല ജാതകം അറിയണം. നോയമ്പ് മുറിക്കാനാണെങ്കിൽ സമയം ആവാറായി. ഈ പുള്ളിയാണെങ്കിൽ കീയും തരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ കീയും വാങ്ങിച്ച് നേരെ ഞങ്ങൾ ഉള്ളിൽ കയറി. റൂമൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി നോമ്പ് മുറിക്കാറായപ്പോഴേ എത്തിയത്. കാരണം പാർക്കിംഗ് തപ്പി ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് അവിടെ എല്ലാം ഒന്ന് നടന്നായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നോമ്പൊക്കെ മുറിച്ച് കട്ട് ഫ്രൂട്ട്സും എണ്ണക്കടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു ലോഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിന്റെ നെയ്ബർ നടത്തുന്ന ഒരു ഇഫ്താർ മീറ്റ് ആയിരുന്നു. പുള്ളിന്റെ സ്റ്റാഫിനെയും അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു പരിപാടിയായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു കോഫി വാങ്ങിച്ച് നിൽക്കുമ്പോഴാണ് ഈ കാര്യം ഞാൻ കാണുന്നത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എന്തോരം മനുഷ്യന്മാരല്ലേ. അവിടെ ഒരാളാണെങ്കിൽ ലോഡ് പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് ആ എക്സ്പ്രഷന് ഒരു കുറവും ഇല്ല. പിന്നെ ഞാൻ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് അതെങ്ങനെയൊക്കെയോ ഇരുന്ന് കുടിച്ച്. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി പാതിരാത്രി ആയപ്പോൾ ഞങ്ങൾ ദമാമിൽ വരുമ്പോൾ സ്ഥിരം പോകുന്നൊരു സ്പോട്ടാണ്. അവിടുത്തെ ആ ഒരു മാങ്കോയും പൈനാപ്പിളൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. ആഹാ, എന്തോരം നല്ല റൊമാൻറ്റിക് സീന്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് അടി കൂടിക്കൊണ്ടിരിക്കുകയാണേ. ആഹാ, അന്തസ്.